മംഗളവാർത്ത. കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം ശ്രീ ആൽബി ഗോൺസാൽവസ്. സംവിധാനം ശ്രീ സനൂപ് തറയപ്പറമ്പിൽ. മറിയം, നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്യും. ഇതാ അവിടുത്തെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. നിൽക്കൂ, ദാവീദിന്റെ മകനായ ഔസേപ്പേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവിൻ. ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കുകണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു. എന്ത്? യഹൂദന്മാരുടെ രാജാവ്? അവൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? യഹൂദയായിലെ ബെത്ലഹേമിൽ തന്നെ. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയും കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ തിരിച്ചു വരുംവഴി എന്നെ മുഖം കാണിക്കാൻ മറക്കരുത്. ഇത് ഹെറോദീസ് രാജാവിന്റെ കൽപ്പന. ഞങ്ങൾക്ക് എവിടെ നൽകിയാലും പ്രഭു. നിങ്ങൾ ആ ദുഷ്ടനായ ഹെറോദീസിന്റെ അടുക്കിലേക്ക് പോകാതെ മറ്റൊരു വഴി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. യൗസേപ്പേ, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിലേക്ക് ഓടിപ്പോവുക. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ആരെവിടെ? അടിയൻ. അവരെ കാണുന്നില്ലല്ലോ. ശിശുവിനെ കണ്ട് മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ് തിരുമനസേ, അവർ അങ്ങയെ മുഖം കാണിക്കാതെ മടങ്ങിപ്പോയി കാണും. 2 വയസ്സും അതിൽ താഴെയുള്ള ആൺകുട്ടികളെ ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലുകയും ഇത് ഹെറോദീസ് രാജാവിന്റെ കൽപ്പന.
മക്കളെ, നിങ്ങൾ എന്തറിയുന്നു? ഒരു വലിയ കാര്യം നടക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. അവന്റെ ചെരുപ്പിന്റെ കാലടികൾ തടുക്കുവാൻ നിനക്ക് യോഗ്യതയില്ല ഹെറോദീസ്. ആരെവിടെ? അടിയൻ. ഇവരെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കുക. ഉത്തരവ്. തിരുമനസേ, ഇന്ന് അങ്ങയുടെ ജന്മദിനമാണ്. നമുക്കത് ആഘോഷിക്കണ്ടേ? ഓഹോ, എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്? ഈ ആഘോഷത്തിൽ പങ്കുചേരുവാൻ സലോമിയെ വിളിക്കൂ. കുമാരി സലോമി. സലോമി, എന്റെ ജന്മദിനം പ്രമാണിച്ച് നിന്റെ ഒരു നൃത്തം കാണുവാൻ നാം ആഗ്രഹിക്കുന്നു. ആരംഭിച്ചാലും കുമാരി. സബാഷ് സലോമി, സബാഷ്. പറഞ്ഞാൽ നിനക്ക് എന്ത് സമ്മാനമാണ് നാം നൽകേണ്ടത്? ഈ ഭൂമിയിലുള്ള എന്തും നിനക്ക് ചോദിക്കാം. എനിക്ക് പറയൂ കുമാരി, ധൈര്യമായി. എനിക്ക് കാരാഗൃഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ്. എന്ത്? സാധ്യമല്ല. എന്തു വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞത് മറന്നുപോയോ? രാജകൽപ്പന നടത്താനുള്ളതാണ്. ആരെവിടെ? അടിയൻ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് വെട്ടി വെള്ളിത്തലയിൽ കൊണ്ടുവരിക. ഉത്തരവ്. നിന്റെ ശിരസ് ഛേദിക്കാൻ രാജകൽപ്പനയുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കുറച്ച് സമയം തരൂ. നീ പ്രാർത്ഥിച്ചോളൂ. എന്റെ ശിരസ് വെട്ടിക്കോളൂ. പ്രിയമുള്ളവരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ ലഘുനാടകം ഇവിടെ പൂർണ്ണമാവും. അഭിനയിക്കുന്നവരും കഥാപാത്രങ്ങളും: യൗസേ പിതാവ് ആന്റണി സ്രാമ്പിക്കൽ, മാതാവ് ശ്രീമതി ജാൻസി ആന്റണി സ്രാമ്പിക്കൽ, ഹെറോദീസ് രാജാവ് ആന്റണി ഇടവഴിക്കൽ, രാജ്ഞി ബ്രൈറ്റസ് കുരിശുപറമ്പിൽ, സലോമി രാജകുമാരി സിജു നടുവില വീട്ടിൽ, യോഹന്നാൻ സനൂപ് തറയപ്പറമ്പിൽ, പൂജരാജാക്കന്മാർ വിൽസൺ കടയപ്പറമ്പിൽ, അനിൽ വർഗീസ്, അനിൽ കണ്ണേത്ത്, പടയാളികൾ ബിജു പുളിക്കപ്പറമ്പിൽ, അനീഷ് കല്ലൂർ. നന്ദിയോടെ റിൻസി സിജു. നിങ്ങൾ തരുന്ന സഹകരണത്തിനും പ്രോത്സാഹനത്തിനും 1000 നന്ദിയോടൊപ്പം എല്ലാവർക്കും KLM-ന്റെ ക്രിസ്മസിന്റെയും വരുവാൻ പോകുന്ന പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. നന്ദി. എനിക്ക് കാണണ്ട. Dashing through the snow in a one
one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I